Hello everyone, welcome to NEETC. Today's topic is gametogenesis. കഴിഞ്ഞ വീഡിയോയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റി പഠിച്ചു. ഇനി ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഗമീറ്റ്സ് ഫോം ചെയ്യുന്നതെന്നാണ് ഇന്ന് പഠിക്കുന്നത്, അതായത് ഗമറ്റോജനസിസ്. പ്രൈമറി സെക്സ് ഓർഗൻസ് ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഗമറ്റോജനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽസിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്, ഫീമെയിൽസിൽ ഓവറിയാണ്. ഓവറിയിൽ നിന്ന് ഓവ ഉണ്ടാകുന്നു, ടെസ്റ്റിസിൽ നിന്ന് സ്പേം ഉണ്ടാകുന്നു. ഇതിനെ ചേർത്തിട്ട് നമുക്ക് ഗമിറ്റോജനസിസ് എന്ന് പറയാം. ആദ്യം തന്നെ സ്പേമറ്റോജനസിസ്, അതായത് ഫോർമേഷൻ ഓഫ് സ്പേംസ്. സ്പേംസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു, ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് ലൊബ്യൂൾസ് ഉണ്ട്, ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് ഉണ്ട്. ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസിലും 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്. ഒന്നാണ് മെയിൽ ജേം സെൽസ്. ഈ പറഞ്ഞ മെയിൽ ജേം സെൽസിനെയാണ് സ്പെർമറ്റോഗോണിയ എന്നും വിളിക്കുന്നത്. കാരണം ഇതിൽ നിന്നാണ് സ്പേംസ് ഫോം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം? മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്ന് പറയാം. ഇവരെവിടെ ഇരിക്കുന്നതാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തിരിക്കുന്ന സ്പെർമറ്റോഗോണിയ എന്ത് ചെയ്യും? ഒരുപാട് മൈറ്റോട്ടിക് ഡിവിഷൻസ് നടത്തും. മൈറ്റോട്ടിക് ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലോയിഡിയിൽ വ്യത്യാസം വരുന്നില്ല, കാരണം ഇക്വേഷണൽ ഡിവിഷനാണ്. അപ്പോൾ സ്പെർമറ്റോഗോണിയ മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി ഒരുപാട് സ്പെർമറ്റോഗോണിയങ്ങളായി മാറുന്നു. ഒരുപാടെണ്ണം, അതായത് അവരുടെ നമ്പർ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇതിൽ ചില സ്പെർമറ്റോഗോണിയ എന്ത് ചെയ്യും? മൈറ്റോസിസ് മാറ്റിയിട്ട് മിയോസിസ് നടത്താൻ തുടങ്ങും. അതായത് രണ്ടാമത്തെ ടൈപ്പ് ഒരു സെൽ ഡിവിഷനാണ് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ. അപ്പോൾ ഇത്രയും നേരം സ്പെർമറ്റോഗോണിയ മൈറ്റോസിസ് നടത്തിയിട്ടാണ് അവരുടെ നമ്പർ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇതിൽ ചില സ്പെർമറ്റോഗോണിയകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മിയോസിസ് നടത്താൻ തുടങ്ങി. അങ്ങനെയുള്ള സ്പെർമറ്റോഗോണിയകളെ ഇനി മുതൽ നമ്മൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി അവരെ സ്പെർമറ്റോഗോണിയ എന്നല്ല വിളിക്കുന്നത്, പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് വിളിക്കും. അപ്പം ഇവർ ഒരു മിയോസിസ് അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ നടത്തും. എന്നിട്ട് എന്തുണ്ടാവും? രണ്ട് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഫോം ചെയ്യുന്നു. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് മിയോസിസ് നടത്തിയിട്ട് രണ്ട് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഫോം ചെയ്യുന്നു. ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് എന്ത് ചെയ്യും? വീണ്ടും മിയോസിസ് നടത്തും. എന്നിട്ട് 4 സ്പെർമാറ്റിഡ്സ് ആയിട്ട് ഫോം ചെയ്യും. 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യും. അപ്പോൾ ഇപ്പം നമുക്ക് എത്ര ഉണ്ട്? 4 സ്പെർമാറ്റിഡ്സ് ഉണ്ട്. ഇനി സ്പെർമാറ്റിഡ്സ് സ്പേംസ് ആയിട്ട് മാറണം. സ്പേംസ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജനസിസ്. അതായത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് മിയോസിസിലൂടെ ഉണ്ടാക്കിയ സ്പെർമാറ്റിഡ് ഇത് സ്പേമായിട്ട് മാറണം. ആ ഒരു സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് വിളിക്കുന്നത്. സ്പേംസിനെ നമുക്ക് സ്പെർമറ്റോസോവ എന്നും വിളിക്കാം. അപ്പോൾ സ്പെർമാറ്റിഡ്സ് സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് ആയി മാറുന്ന പ്രോസസ്സാണ് സ്പെർമിയോജനസിസ്. ഇനി സ്പെർമിയോജനസിസിന് ശേഷം നമ്മൾ ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ സ്പേമിൻ്റെ ഹെഡ് സെർട്ടോളി സെൽസിനകത്ത് എംബഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞു സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്, മെയിൽ ജേം സെൽസും ഉണ്ട്, സെർട്ടോളി സെൽസും ഉണ്ട്. അപ്പോൾ മെയിൽ ജേം സെൽസിൽ നിന്നാണ് ഇപ്പം സ്പേം ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ സെല്ലാണ് സെർട്ടോളി സെല്ല്. അപ്പോൾ ഈ സ്പെർമിയോജനസിസിന് ശേഷം നമ്മൾ ടെസ്റ്റിസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഉണ്ടായ സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് ഒക്കെ സെർട്ടോളി സെല്ലിലേക്ക് അതിൻ്റെ തല കയറ്റി വെച്ചാണ് ഇരിക്കുന്നത്. ഇനി അതിൻ്റെ കാരണം എന്താ? സെർട്ടോളി സെല്ലാണ് സ്പേംസിന് ആവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ ന്യൂട്രീഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സെമിനിഫറസ് ട്യൂബിൾസ് സ്പേംസിനെ റിലീസ് ചെയ്യും. എന്നാലേ സ്പേമിന് പുറത്തേക്ക് വന്ന് ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് സ്പേംസിനെ റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത് സ്പെർമാറ്റിഡ്സ് സ്പേമായി മാറുന്ന പ്രോസസ്സ്. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് സ്പേംസിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി ഈ സ്പെർമറ്റോജനസിസ് ഒക്കെ എന്താ? പ്യൂബർട്ടി, അതായത് നമ്മുടെ മെച്യൂരിറ്റി എത്തുന്ന സമയത്താണ് തുടങ്ങുന്നത്. അതായത് നമുക്കറിയാം മെയിൽസും ഫീമെയിൽസും ചൈൽഡ്ഹുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു
10-13 അല്ലെങ്കിൽ 11 തൊട്ട് 13 വയസ്സ് ആ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യും. ആ ടൈമിലാണ് ഈ സ്പെർമറ്റോജനസിസ് തുടങ്ങുന്നത്. ഇതെന്താണ് പെട്ടെന്ന് ഈ പ്യൂബർട്ടി എത്തുമ്പോൾ പെട്ടെന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അതിന് കാരണം ഒരു ഹൈപ്പോതലാമിക് ഹോർമോണാണ്. ആ ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, GnRH. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഇത് പെട്ടെന്ന് ഒരുപാട് കൂടുന്നു, ഇതിൻ്റെ സെക്രീഷൻ ഒരുപാട് കൂടുന്നു പ്യൂബർട്ടി ആകുമ്പോഴേക്ക്. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിലാണ് ആക്ട് ചെയ്യുന്നത്. പിറ്റ്യൂട്ടറിക്ക് എന്താണ് ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, മിഡിൽ അങ്ങനെയൊക്കെ ലോബ്സ് ഉണ്ട്. അപ്പോൾ പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് GnRH ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താ? അപ്പം പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റഡ് ആയി. അപ്പോൾ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? ഗൊണാഡോട്രോപ്പിൻസ് ആയ ലൂട്ടിനൈസിങ് ഹോർമോണിനെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയും കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്ന ഹോർമോൺസ് ആണ് LH ആൻഡ് FSH, ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. അപ്പോൾ ഇതിൻ്റെ റിലീസിന് കാരണമാകുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്ത ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേരും അങ്ങനെ, ഗൊണാഡോട്രോപ്പിൻസിനെ റിലീസ് ചെയ്യാൻ കാരണമാകുന്ന ഹോർമോൺ. അതുകൊണ്ടാണ് അതിനെ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഗൊണാഡോട്രോപ്പിൻസ് ഏതൊക്കെയാണ്? LH ആൻഡ് FSH. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഈ രണ്ടെണ്ണത്തിനെയും സെക്രീറ്റ് ചെയ്യും. അപ്പോൾ LH FSHനെയും സെക്രീറ്റ് ചെയ്തു. അപ്പോൾ LH എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് വന്ന് ലേഡിക് സെൽസിൽ ആക്ട് ചെയ്യും, ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ലേഡിക് സെൽസ് ആരായിരുന്നു? ടെസ്റ്റിസിൽ ഉള്ള ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കൂടാതെ ഇടയ്ക്ക് കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, ആ സ്പേസിൽ കാണപ്പെടുന്ന ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് ലേഡിക് സെൽസ്. അപ്പോൾ LH വന്ന് ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ലേഡിക് സെൽസ് എന്ത് ചെയ്യും? ടെസ്റ്റോസ്റ്റിറോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ ആൻഡ്രോജൻ ആണ് എന്ത് ചെയ്യുന്നത്? സ്പെർമറ്റോജനസിന് കാരണമാകുന്നത്. അപ്പം മുമ്പേ നമ്മൾ സ്പെർമറ്റോജനസിസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിന് കാരണമാകുന്നത് ഈ ഹോർമോൺസ് ഒക്കെയാണ്. ഈ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് സ്പെർമറ്റോജനസിസ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു ഗൊണാഡോട്രോപ്പിന് LHും FSHും ഉണ്ട്. അപ്പോൾ LHൻ്റെ ഫംഗ്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ FSH എന്താണ് ചെയ്യുക? FSH സെറട്ടോളി സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. FSH സെറട്ടോളി സെല്ലിലാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തിരിക്കുന്ന സെൽസാണ് സെർട്ടോളി സെൽസ്. ഈ സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യുമ്പോൾ അത് ചില സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സെക്രീഷൻ സ്പെർമിയോജനസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് സ്പേമിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള കുറച്ച് സെക്രീഷൻസ് ആണ് സെറട്ടോളി സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിന് ആരാണ് ഇതിന് കാരണമാകുന്നത്? FSH ആണ് കാരണമാകുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇത് സ്പെർമറ്റോഗോണിയമായിരുന്നു. പിന്നീട് അവർ മൈറ്റോസിസിലൂടെ അവരുടെ നമ്പർ ഒരുപാട് ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് ആ സമയത്ത് ഇതിൽ കുറച്ച് പേര് എന്ത് ചെയ്യും? മിയോസിസ് നടത്താൻ തുടങ്ങും. അവരെ പിന്നീട് നമ്മൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നു. മിയോസിസിലൂടെ 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഫോം ചെയ്യുന്നു. അവർ സെക്കൻഡ് മിയോസിസിലൂടെ എന്തുണ്ടാക്കുന്നു? സ്പെർമറ്റിഡിനെ ഫോം ചെയ്യുന്നു. ഈ സ്പെർമറ്റിഡ്സ് പിന്നീട് സ്പെർമറ്റോസോവയായിട്ട് മാറും. അപ്പോൾ ഇവരെങ്ങനെയാണ്? സെർട്ടോളി സെല്ലിൽ അവരുടെ തല എംബഡ് ചെയ്താണ് കാണപ്പെടുന്നത്, കാരണം ന്യൂട്രീഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്പേമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അപ്പം നമ്മൾ പറഞ്ഞു സെർട്ടോളി സെല്ലിലേക്ക് തല വെച്ചാണ് ഇവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഹെഡ് ഉണ്ട്, പിന്നെ ഒരു നെക്കുണ്ട്, അല്ലെങ്കിൽ മിഡിൽ പീസ്, ഒരു ഹെഡ് ഉണ്ട്, ഒരു മിഡിൽ പീസ് ഉണ്ട്. മിഡിൽ പീസാണ് രണ്ടാമത്തെ പാർട്ട്. പിന്നെ മൂന്നാമത്തെ പാർട്ടാണ് ടെയിൽ. ഹെഡിനെയും മിഡിൽ പീസിനെയും കൂടെ കണക്ട് ചെയ്യുന്നതാണ് നെക്ക്. ഹെഡിനെയും മിഡിൽ പീസിനെയും കൂടെ കണക്ട് ചെയ്യാനായിട്ടൊരു നെക്കുണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ ഈ ഹെഡ് പീസിൽ അല്ലെങ്കിൽ ഹെഡിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രോമസോം, നമ്മുടെ സെക്സ് ക്രോമസോം ഉള്ള ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്ത് സെക്സ് ക്രോമസോമാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഹെഡിനകത്ത്. അതിൻ്റെ പുറമേ ആയിട്ട് എന്തുണ്ട്? അക്രോസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന അക്രോസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ ഏറ്റവും പുറമെ പ്ലാസ്മ മെംബ്രെയിനും ഉണ്ട്. ഇനി അക്രോസോമിൻ്റെ പ്രത്യേകത, ഈ അക്രോസോമിൽ കുറേ എൻസൈംസ് ആണ് ഉള്ളത്. അക്രോസോമിലുള്ളത്. അപ്പോൾ സ്പേം ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഓവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ
ഓവം ഇങ്ങനെ വെറുതെ അവിടെ ഇരിക്കുകയൊന്നുമല്ല, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലെയറിനെ ഒന്നും ചുമ്മാതെ ചെന്ന് പൊട്ടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ലെയേഴ്സിനെ ലൈസ് ചെയ്യണമെങ്കിൽ, അതിനെ പൊട്ടിക്കണമെങ്കിൽ ഈ അക്രോസോമിനകത്ത് കുറച്ച് എൻസൈംസ് ഉണ്ട്. ആ എൻസൈമിനെ റിലീസ് ചെയ്യുമ്പോഴാണ് ഓവത്തിൻ്റെ ചുറ്റുമുള്ള ലെയേഴ്സ് ഒക്കെ പൊട്ടിയിട്ട് ഈ സ്പേമിന് ഓവത്തിനകത്തേക്ക് കയറാൻ പറ്റുന്നത്. അതിനാണ് ഈ അക്രോസോം ഉള്ളത്. ഇനി ഇവിടെ ഒരു നെക്കുണ്ട്, ഹെഡിനെയും മിഡിൽ പീസിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട്. മിഡിൽ പീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മൈറ്റോകോൺട്രിയെ കാണാൻ പറ്റും. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഹൗസ് ഓഫ് എ സെല്ലാണ്. അതായത് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. അപ്പോൾ നമുക്കറിയാം സ്പേം മോട്ടൈലാണ്, അതായത് അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഈ സ്പേം എന്ത് ചെയ്യണം? നമ്മുടെ ഓവം ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വേണം ഫെർട്ടിലൈസേഷൻ നടത്താൻ. അപ്പോൾ അവിടെ വരെ എത്തണം. അവിടെ വരെ എത്തണമെങ്കിൽ ഇതിനെന്താണ്? സ്പേം മോട്ടൈലായതുകൊണ്ട് ഇതിന് സ്വിം ചെയ്യാൻ കഴിവുണ്ട്. അപ്പോൾ അതിനാവശ്യമായ എനർജി വേണ്ടേ? ആ എനർജി കൊടുക്കാനാണ് ഈ മൈറ്റോകോൺട്രിയ ഉള്ളത്. ഇനി ടെയിൽ ഉള്ളത് കൊണ്ടാണ് അതിന് ഈസി ആയിട്ട് ഇങ്ങനെ സ്വിം ചെയ്ത് പോകാൻ പറ്റുന്നത്. ഇതാണ് ഒരു സ്പേമിൻ്റെ സ്ട്രക്ചർ. അപ്പം ഹെഡുണ്ട്, നെക്കുണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിലുണ്ട്. പിന്നെ എല്ലാത്തിനെയും കൂടെ കവർ ചെയ്ത് പുറമേ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഹെഡിനകത്ത് എന്താണുള്ളത്? ഇലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. കാരണം സെക്സ് ക്രോമസോം ആണുള്ളത്, അപ്പോൾ എന്തായാലും ഇത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി ആൻറ്റീരിയർ പോർഷൻ ഓഫ് ഹെഡിനെ കവർ ചെയ്ത് ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതാണ് അക്രോസോം. അക്രോസോമിൽ എൻസൈംസ് ആണുള്ളത്. ഇത് ഓവോ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നു. മിഡിൽ പീസിൽ ഒരുപാട് മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇതാണ് സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സാധാരണ നമ്മുടെ ഒരു കോയിറ്റസ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഹ്യൂമൻ മെയിൽ ഏകദേശം 200 to 300 മില്യൺ സ്പേംസിനെയാണ് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്നത്. 200 to 300 മില്യൺ ആണ്. അത്രയും മില്യൺ സ്പേംസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇജാക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോർമൽ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സാധാരണ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ 200 to 300 മില്യൺ സ്പേംസിൽ ഒരു 60% സ്പേംസിനെങ്കിലും നോർമൽ സൈസും ഷേപ്പും വേണം. അതായത് നമ്മളിപ്പോൾ ഇത്രയും സ്പേംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഒരേപോലെ ഒരേ സൈസ് ഷേപ്പ് എല്ലാം ഒരുപോലെ സ്വിം ചെയ്യാൻ കഴിവുള്ളവർ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പലതും പല രീതിയിലായിരിക്കും. അപ്പം നോർമലായിട്ടൊരു ഫെർട്ടിലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇജാക്കുലേറ്റ് ചെയ്യുന്ന സ്പേംസിൽ 60% സ്പേംസ് എങ്കിലും നോർമൽ സൈസിലും ഷേപ്പിലും ഉണ്ടായിരിക്കണം. അതുപോലെ ആ നോർമൽ സൈസ് ആൻഡ് ഷേപ്പുള്ള സ്പേംസിൽ തന്നെ 40% എന്തുണ്ടായിരിക്കണം? നല്ല വിഗറസ് ആയിട്ടുള്ള മോട്ടിലിറ്റി, അതായത് നല്ല സ്പീഡിൽ അവർക്ക് മൂവ് ചെയ്യാൻ കഴിയണം. കാരണം ഇങ്ങനെ മൂവ് ചെയ്ത് ഇവർ യൂട്രസിലൂടെ ഒക്കെ കടന്നു പോയി നമ്മുടെ ഒവിഡക്റ്റിൽ വെച്ചാണ് ശരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് ഓവറിയിൽ നിന്ന് എഗ്ഗ് ഓവിഡക്റ്റിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ സ്പേം യൂട്രസിനെയൊക്കെ കടന്നിട്ട് പോകണം അവിടെ എത്താൻ. അപ്പം നല്ല സ്പീഡിൽ മൂവ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് വിഗറസ് മോട്ടിലിറ്റി ആവശ്യമുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ മെയിൽസിന് കുറേ ആക്സസറി ഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തിനാണ് ഈ ആക്സസറി ഡക്ട്സ്? സ്പേമിനെ ബോഡിയുടെ പുറത്തേക്ക് എത്തിക്കാൻ, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ആക്സസറി ഡക്റ്റ്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ആക്സസറി ഡക്റ്റിൽ കൂടെ സ്പേംസ് വരുമ്പോൾ എപ്പിഡിഡിമസിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ച് സമയം അവിടെ സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെയാണ് സ്പേംസ് മെച്യൂർ ആവുന്നത്. സ്പേം മെച്ചുറേഷനും സ്റ്റോറേജും എപ്പിഡിഡിമസിലാണ് നടക്കുന്നത്. ഇനി ഇതുകൂടാതെ ഈ ആക്സസറി ഡക്ട്സ് ആയ എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ഇതൊക്കെ കുറച്ച് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്രവങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്പേംസിൻ്റെ മെച്ചുറേഷനും മോട്ടിലിറ്റിക്കും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പേമിൻ്റെ മെച്ചുറേഷനും മോട്ടിലിറ്റിക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സെക്രീഷൻസിനെയാണ് ഈ പറഞ്ഞ ആക്സസറി ഡക്ട്സ് ആയ എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം സെമിനൽ വെസിക്കിള് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, ഇതിൻ്റെയൊക്കെ സെക്രീഷനെയാണ് നമ്മൾ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്ലാൻസ്, ആക്സസറി ഗ്ലാൻസ്, സെമിനൽ വെസിക്കിള്, പ്രോസ്റ്റേറ്റ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, ഇതിൻ്റെയൊക്കെ സെക്രീഷനാണ് സെമിനൽ പ്ലാസ്മ. ഈ സെമിനൽ പ്ലാസ്മയും അതിൻ്റെ കൂടെ സ്പേമും കൂടെ ചേരുമ്പോൾ അതിനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. അപ്പോൾ സെമൻ എന്ന് പറഞ്ഞാൽ സെമിനൽ പ്ലാസ്മ പ്ലസ് സ്പേംസ് ആണ്. ഇനി ഈ പറഞ്ഞ മെയിൽ സെക്സ് ഓർഗൻസും ആക്സസറി ഡക്ട്സും ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്?
ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് അല്ലെങ്കിൽ ആൻഡ്രോജൻസ് ആണ്, ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പോൾ ഹോർമോണൽ ഇൻഫ്ലുവൻസിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇത്രയാണ് സ്പെർമറ്റോജനസിസ് അല്ലെങ്കിൽ സ്പേം ഫോർമേഷൻ. അടുത്തത് ഇനി ഓവോ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പഠിക്കണം. അതാണ് ഊജനസിസ്. ഊജനസിസ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ മെച്യൂർ ഫീമെയിൽ ഗമീറ്റ്. ഫീമെയിൽ ഗമീറ്റായ ഓവം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിനെയാണ് ഊജനസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്പെർമറ്റോജനസിസ് പഠിച്ചതുപോലെ പ്യൂബർട്ടിയിലല്ല ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ്. അതായത് ഒരു ഫീമെയിൽ, ഒരു പെൺകുട്ടി അതിൻ്റെ അമ്മയുടെ യൂട്രസിൽ ഇരിക്കുന്ന ടൈമിൽ ആ എംബ്രിയോ സ്റ്റേജിൽ തന്നെ ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് അപ്പോൾ ആ പെൺകുട്ടിയുടെ ഓവറിയിൽ എന്താണ് നടക്കുന്നത്, ഫീറ്റൽ ഓവറിയിൽ. അപ്പോൾ പെൺകുട്ടി എന്നൊന്നും പറയത്തില്ല, അത് ഫീറ്റസ് ആണ്, ഗർഭസ്ഥ ശിശുവാണ്. അതിൻ്റെ ഓവറിയിൽ എന്താ നടക്കുന്നത്, ഒരുപാട് മില്യൺ ഗമേറ്റ് മദർ സെൽസ് അല്ലെങ്കിൽ ഊഗോണിയ ഉണ്ടാവും. അത് ഒരുപാട് മില്യൺസ് ഉണ്ടാവും. ഒരുപാട് മില്യൺസ് ഗമേറ്റ് മദർ സെൽസ് അല്ലെങ്കിൽ ഊഗോണിയ ഉണ്ടാവും. ഇനി ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഊഗോണിയൊന്നും ഫോം ചെയ്യുന്നില്ല. എംബ്രിയോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫീറ്റസ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ഈ ഊഗോണിയ ഫോം ചെയ്യുന്നുള്ളൂ. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊഗോണിയാസ് ഫോം ചെയ്യുന്നില്ല. ഇനി ഈ ഉണ്ടായ ഊഗോണിയ സെൽ ഡിവിഷൻ നടത്തും. സെൽ ഡിവിഷൻ നടത്തിയിട്ട് എന്താ, മിയോസിസിൻ്റെ പ്രോഫേസ് 1 എന്ന് പറയുന്ന സ്റ്റേജിൽ അറസ്റ്റ് ആയിട്ടിരിക്കും. അതായത് പ്രോഫേസ് 1 വരെ നടക്കും, പിന്നെ സെൽ ഡിവിഷൻ ബാക്കി മെറ്റാഫേസ്, അനാഫേസ് ഇതൊന്നും നടക്കുന്നില്ല. പ്രോഫേസ് 1 വരെ എത്തിയിട്ട് അവിടെ ഇങ്ങനെ ടെമ്പററിലി അറസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ടെമ്പററിലി അറസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ കുറേ ഊഗോണിയാസിനെ നമ്മൾ ഇനി മുതൽ പ്രൈമറി ഊസൈറ്റ്സ് എന്ന് വിളിക്കും. അതായത് കുറേ മില്യൺസ് ഓഫ് ഊഗോണിയാസ് ഉണ്ട്. ഇതിൽ കുറേ പേര് എന്ത് ചെയ്യും, മിയോസിസ് നടത്തിയിട്ട് മിയോസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജായ പ്രോഫേസ് 1 എത്തിയിട്ട് അവിടെ ടെമ്പററിലി അറസ്റ്റഡ് ആയിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്നവരെ ഇനി മുതൽ നമ്മൾ ഊഗോണിയ എന്നല്ല വിളിക്കുന്നത്, പ്രൈമറി ഊസൈറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ഈ പ്രൈമറി ഊസൈറ്റ് വെറുതെ അവിടെ ഇരിക്കുകയല്ല, ഇതിനെ ചുറ്റി കുറച്ച് ഗ്രാനുലോസ സെൽസ് എന്ന് പറയുന്ന സെൽസ് ഇതിനെ ചുറ്റി കവർ ചെയ്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ മൊത്തത്തിൽ ഇനി നമ്മൾ പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പറയുക. പ്രൈമറി ഫോളിക്കിൾ. അങ്ങനെ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഓവറിയിൽ ഒരുപാട് പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട്. ഇനി ഈ പ്രൈമറി ഫോളിക്കിൾസിലുള്ള ഒരു ലാർജ് പാർട്ടും കൂടുതൽ പാർട്ടും എന്താണ്, പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നശിച്ചു പോകും. അതായത് ഒരുപാട് പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട്. പ്രൈമറി ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി ഊസൈറ്റ്, അതിനെ ചുറ്റി കുറേ ഗ്രാനുലോസ സെൽസ് അതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്യൂബർട്ടി എത്തുമ്പോഴേക്കും ഒരുപാട് പ്രൈമറി ഫോളിക്കിൾസ് നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്യൂബർട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ ഓവറിയിലും 60,000 മുതൽ 80,000 പ്രൈമറി ഫോളിക്കിൾസേ കാണപ്പെടുന്നുള്ളൂ. പ്യൂബർട്ടിയിൽ 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസേ ഓരോ ഓവറിയിലും കാണപ്പെടുന്നുള്ളൂ. ഇനി ഈ പറഞ്ഞ പ്രൈമറി ഫോളിക്കിൾസിനെ പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ പ്രൈമറി ഫോളിക്കിൾസിനെ കവർ ചെയ്ത് കൂടുതൽ ഗ്രാനുലോസ സെൽസ് വരും. അതുപോലെ ഒരു തീക്ക ലെയറും വരും. നേരത്തെ ഗ്രാനുലോസ സെൽസ് ആയിരുന്നുള്ളത്, ഇപ്പോൾ അതിൻ്റെ പുറത്തൊരു തീക്ക ലെയറും കൂടെ വന്നു. അപ്പോൾ ഇനി മുതൽ ഇതിനെ നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ എന്നാണ് വിളിക്കുന്നത്. പ്രൈമറി ഫോളിക്കിളിൻ്റെ മുകളിൽ ഗ്രാനുലോസ സെൽസ് കൂടി ഒരു തീക്ക ലെയറും വന്നു. അപ്പോൾ അതിനെ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കും. സെക്കൻഡറി ഫോളിക്കിൾ ഇനി പെട്ടെന്ന് തന്നെ ടെർഷ്യറി ഫോളിക്കിളായിട്ട് മാറും. അപ്പോൾ സെക്കൻഡറി ഫോളിക്കിളും ടെർഷ്യറി ഫോളിക്കിളും തമ്മിലുള്ള വ്യത്യാസം, ടെർഷ്യറി ഫോളിക്കിളിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഉണ്ട്, അതിനെയാണ് ആൻഡ്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെർഷ്യറി ഫോളിക്കിളിന് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഉണ്ട്. സെക്കൻഡറി ഫോളിക്കിളിൽ ഈ ക്യാവിറ്റി ആൻഡ്രം പ്രത്യക്ഷപ്പെടുന്ന സമയം തൊട്ട് അതിനെ പിന്നെ നമ്മൾ ടെർഷ്യറി ഫോളിക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ടെർഷ്യറി ഫോളിക്കിളിൽ അതിൻ്റെ തീക്ക ലെയർ 2 ലെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രൈമറി ഓസൈറ്റിൻ്റെ പുറത്ത് ഗ്രാനുലോസ ലെയറുമായിട്ട് ഇരുന്നപ്പോഴാണ് അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിച്ചത്. ഇതിൻ്റെ പുറത്ത് കൂടുതൽ ഗ്രാനുലോസ സെൽസ് വന്നു. അതുപോലെ ഒരു തീക്ക ലെയറും കൂടെ വന്നപ്പോൾ അതിനെ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ആൻഡ്രം അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയും കൂടെ വന്നപ്പോഴാണ് അതിനെ ടെർഷ്യറി ഫോളിക്കിൾ എന്ന് വിളിച്ചത്. ഇനി ടെർഷ്യറി ഫോളിക്കിളിലെ തീക്ക ലെയർ 2 ലെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അകത്ത് കാണപ്പെടുന്ന തീക്ക ഇൻറ്റേണയും പുറമേയുള്ള തീക്ക എക്സ്റ്റേണയും, ഇങ്ങനെ 2 ലെയറായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി
ഈ ടെർഷ്യറി ഫോളിക്കിളിനകത്തിരിക്കുന്ന പ്രൈമറി oocyte ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആദ്യത്തെ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യും. ആദ്യത്തെ മിയോട്ടിക് ഡിവിഷനിൽ പ്രോഫേസ് 1-ൽ എത്തി നിൽക്കുകയാണ് പ്രൈമറി oocyte. ഇനി ഇത് അതിൻ്റെ സൈസ് കുറച്ച് കൂട്ടിയിട്ട്, അതായത് വളർന്ന് കുറച്ചുകൂടെ സൈസ് അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ മിയോസിസ് ആയതുകൊണ്ട് തന്നെ റിഡക്ഷൻ ഡിവിഷനാണ്. പക്ഷെ ഇവിടെ ഒരു അൺഈക്വൽ ഡിവിഷനും കൂടിയാണ് നടക്കുന്നത്. അതായത് ഒരു വലിയ സെക്കൻഡറി oocyteഉം ഒരു ചെറിയ ഫസ്റ്റ് പോളാർ ബോഡിയാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് മിയോസിസ് 1 അല്ലെങ്കിൽ ഫസ്റ്റ് മിയോസിസിൻ്റെ ഫലമായിട്ട് ഒരു വലിയ സെക്കൻഡറി oocyte ഉണ്ടായി. ഇത് ഹാപ്ലോയിഡ് ആണ്. അതുപോലെ ഒരു ടൈനി പോളാർ ന്യൂക്ലിയ ഉണ്ടായി. ഇനി സെക്കൻഡറി oocyteൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ നമ്മുടെ പ്രൈമറി oocyteൻ്റെ സൈറ്റോപ്ലാസം അതുപോലെ തന്നെ ഈ സെക്കൻഡറി oocyteഉം റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ലാർജ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം ഇതിന് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്, അതുകൊണ്ട്. ഇനി ഇങ്ങനെ ഇരിക്കുന്ന ടെർഷ്യറി ഫോളിക്കിൾ എന്ത് ചെയ്യും? അത് മെച്ചുറേഷൻ നടക്കും. എന്നിട്ട് മെച്യൂർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. ടെർഷ്യറി ഫോളിക്കിൾ മെച്ചുറേഷൻ നടന്നിട്ട് മെച്യൂർ ഓർ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. ഈ സമയത്ത് ഇതിനകത്തിരിക്കുന്ന സെക്കൻഡറി oocyte ഒരു പുതിയ ലെയർ അതിന് ചുറ്റും ഉണ്ടാക്കും. അതിനെയാണ് സോണ പെല്ലൂസിഡ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ടെർഷ്യറി ഫോളിക്കിൾ വളർന്നിട്ടാണ് പിന്നെ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയത്. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിളിന് ചുറ്റും മറ്റേ ഗ്രാനുലോസ ലെയർ ഉണ്ട്, അതുപോലെ തീക്ക ലെയർ ഉണ്ട്. തീക്ക ലെയർ തന്നെ രണ്ടായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെക്കൻഡറി oocyte ഗ്രാഫിയൻ ഫോളിക്കിൾ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഒരു ലെയറും കൂടെ ആഡ് ചെയ്യും. അതാണ് സോണ പെല്ലൂസിഡ. ഇനി ഹോർമോൺസിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അതായത് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും അല്ലെങ്കിൽ പൊട്ടും. എന്നിട്ട് അതിൽ നിന്ന് സെക്കൻഡറി oocyte, അതിനെയാണ് നമ്മൾ ഓവം എന്ന് വിളിക്കുന്നത്, അത് റിലീസ്ഡ് ആവും. അതായത് ഇപ്പോൾ ഇത്രയും പ്രൊട്ടക്ഷനോടെ ഗ്രാനുലോസ ലെയർ, തീക്ക ലെയർ, സോണ പെല്ലൂസിഡ ഇത്രയും ലെയറായിട്ടൊക്കെ ഇരിക്കുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് സെക്കൻഡറി oocyte അല്ലെങ്കിൽ ഓവത്തിനെ റിലീസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഓവുലേഷൻ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. അതായത് നേരത്തെ മെയിൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ LH, FSH ഈ ഹോർമോൺസിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് ഇവിടെയും ഓവുലേഷൻ നടക്കുന്നത്. മെയിനായിട്ട് കൂടുതലായിട്ടും LH ആണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ലൂട്ടിനൈസിങ് ഹോർമോണാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ലൂട്ടിനൈസിങ് ഹോർമോൺ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്. എന്നിട്ടാണ് സെക്കൻഡറി oocyte അല്ലെങ്കിൽ ഓവത്തിനെ റിലീസ് ചെയ്യുന്നത്. ഇതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഇത്രയും നേരം നമ്മൾ പഠിച്ചത് പെട്ടെന്നൊന്ന് നോക്കാം. നമുക്കറിയാം നോർമൽ ഹ്യൂമൻ ബീങ്ങിൻ്റെ ഒരു സെല്ലിൽ 46 ക്രോമസോംസ് ആണ് ഉള്ളത്. പക്ഷേ ഗമീറ്റ്സ് ആകുമ്പോൾ അതിൻ്റെ പകുതി, അതായത് ഹാപ്ലോയിഡ് നമ്പർ 23 കാണപ്പെടുന്നുള്ളൂ. പ്യൂബർട്ടിയിലാണ് സ്പെർമറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള മെയിൽ ജേം സെൽസ് മൈറ്റോസിസ് നടത്തി അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി മുതൽ അവരെ സ്പെർമറ്റോഗോണിയ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ചില സെൽസ് മിയോസിസ് നടത്താൻ തുടങ്ങുന്നു. അവരെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ്റെ ഫലമായിട്ട് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഫോം ചെയ്യുന്നു. അത് വീണ്ടും മിയോസിസ് നടത്തിയിട്ട് 4 സ്പെർമറ്റിഡ്സ് ഫോം ചെയ്യുന്നു. ഈ സ്പെർമറ്റിഡ്സ് പിന്നീട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് ആയി മാറുന്നു. ഇനി oogenesis നോക്കുകയാണെങ്കിൽ ഫീറ്റൽ ലൈഫിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫീറ്റൽ ലൈഫിൽ ഓവറിയിൽ ഒരുപാട് മില്യൺസ് ഓഫ് oogonia ഫോം ചെയ്യുന്നു. എന്നിട്ട് ഇത് മൈറ്റോസിസ് നടത്തി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈമറി oocyte ആയിട്ട് മാറുന്നത്. ഈ പ്രൈമറി oocyte പ്രൊഫേസ് 1 എന്ന് പറയുന്ന മിയോസിസിൻ്റെ ഒരു സ്റ്റേജിൽ വന്ന് അറസ്റ്റഡ് ആയിട്ട് നിൽക്കും. ഇനി പ്യൂബർട്ടിയിൽ എത്തുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ പ്യൂബർട്ടി എത്തുന്നത് വരെ ഒരുപാട് പ്രൈമറി oocytes നശിച്ചു പോയിട്ടുണ്ടാവും. ഇനി ബാക്കി അവശേഷിക്കുന്ന പ്രൈമറി oocyteന് പ്യൂബർട്ടിയിൽ എത്തുമ്പോഴത്തേക്ക് അവരൊരു മിയോസിസ് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി oocyte ആയിട്ട് മാറും. അപ്പോൾ ആദ്യം പ്രൈമറി oocyteൻ്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് സെക്കൻഡറി oocyte ഫോം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു പോളാർ ബോഡിയും ഫോം ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡറി oocyteൻ്റെ മിയോസിസ് നടന്നിട്ടാണ്
ഓവം ഫോം ചെയ്യുന്നത്. അപ്പം ഓവവും ഒരു സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മൾ ഊജനസിസിൽ സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാവുന്നത് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇനി നമ്മൾ ഫെർട്ടിലൈസേഷനിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഓവം റിലീസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേറ്റിലാണ് അതിരിക്കുന്നത്. ഇനി MCQs ആണ്. ഡ്യൂറിങ് സ്പെർമിയോജനസിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒക്കേഴ്സ്? സ്പെർമിയോജനസിസിൻ്റെ ടൈമിൽ എന്താണ് നടക്കുന്നത്? സ്പെർമറ്റോഗോണിയ ഡിവൈഡ് ബൈ മൈറ്റോസിസ്. സ്പെർമറ്റോഗോണിയ മൈറ്റോസിസിലൂടെ ഡിവൈഡ് ചെയ്യും, അതല്ല നടക്കുന്നത്. ശരിക്കും സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെർമാറ്റിഡ്സ് സ്പേംസ് അല്ലെങ്കിൽ സ്പെർമറ്റോസോവ ആകുന്നതിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ലേഡിക് സെൽസ് ടു പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ? ലേഡിക് സെൽസ് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കാൻ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഏത് ഹോർമോണാണ്? നമ്മൾ പറഞ്ഞ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഒരുപാടായിട്ട്. അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വരും. എന്നിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി LH ആൻഡ് FSHനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൂട്ടിനൈസിങ് ഹോർമോണാണ് ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചർ ദാറ്റ് നറിഷസ് ഡെവലപ്പിംഗ് സ്പേം. ഡെവലപ്പിംഗ് സ്പേമിന് ന്യൂട്രീഷൻ കൊടുക്കുന്നത് ആരാണ്? സെർട്ടോളി സെൽസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിലെ സെർട്ടോളി സെൽസ്. അസേർഷൻ. എ സെക്കൻഡറി ഊസൈറ്റ് ഈസ് ഓവുലേറ്റഡ് അറ്റ് മെറ്റാഫേസ് 2. സെക്കൻഡറി ഊസൈറ്റിന് മെറ്റാഫേസ് 2-ലാണ് ഓവുലേഷൻ നടക്കുന്നത്. ഇത് നമ്മളിപ്പോൾ പഠിച്ചില്ല, പക്ഷെ ഇത് കറക്റ്റാണ്. കാരണം ആദ്യത്തെ ഒരു മിയോസിസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡറി ഊസൈറ്റ് ആയത്. എന്നിട്ട് ആ സെക്കൻഡറി യൂസൈറ്റിന് ഇനി അടുത്ത മിയോസിസ് നടക്കണം. ആ ടൈമിലാണ് ഇതിന് ഓവുലേഷൻ സംഭവിച്ച് പുറത്തേക്ക് വരുന്നത്. റീസൺ. മിയോസിസ് 2 ഈസ് കംപ്ലീറ്റഡ് ഓൺലി ആഫ്റ്റർ സ്പേം എൻട്രി. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സ്പേം എൻട്രി നടക്കണം. സ്പേം എൻട്രിക്ക് ശേഷം മാത്രമേ മിയോസിസ് 2 കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇത് കറക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഊജനസിസ് പഠിച്ചപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജ് വരെ നമ്മൾ പഠിച്ചുള്ളൂ. അതായത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ സ്പേം എൻട്രി നടക്കണം. അസേർഷനും റീസണും കറക്റ്റാണ്. റീസൺ അസേർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ സ്റ്റിമുലേറ്റിംഗ് സെർട്ടോളി സെൽസ് ടു സപ്പോർട്ട് സ്പെർമറ്റോജനസിസ് ഈസ്. അതായത് ജനസിസിനെ സപ്പോർട്ട് ചെയ്യാൻ സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞു, ഈ സ്പേംസിനെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് റിലീസ് ചെയ്യണമെങ്കിൽ അതിന് സെർട്ടോളി സെൽസ് കുറച്ച് സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സെക്രീഷൻസിൻ്റെ കൂടെയാണ് സ്പേംസിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പേമിനെ റിലീസ് ചെയ്യാൻ ഈ സെക്രീഷൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെർട്ടോളി സെൽസ് ഈ സെക്രീഷൻ ഉണ്ടാക്കണമെങ്കിൽ അത് ഏത് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിലാണ്? FSHൻ്റെ ഇൻഫ്ലുവൻസിലാണ് അത് നടക്കുന്നത്. വിച്ച് സെൽസ് പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ ഇൻ ടെസ്റ്റിസ്? ടെസ്റ്റിസിൽ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ആണ്. ഇൻഫ്ലുവൻസ് ഓഫ് LH. സെവൻത് ക്വസ്റ്റ്യൻ. അറ്റ് ബർത്ത് ഓവറീസ് കണ്ടെയ്ൻ മെയിൻലി. നമ്മൾ ജനിക്കുന്ന സമയത്ത് ബർത്തിൻ്റെ ടൈമിൽ ഓവറീസിൽ നമുക്ക് ആരെയാണ് കാണാൻ പറ്റുന്നത്? പ്രൈമറി ഊസൈറ്റ്സ് അറസ്റ്റഡ് ഇൻ പ്രൊഫേസ് 1. പ്രൊഫേസ് 1-ൽ അറസ്റ്റഡ് ആയിട്ടിരിക്കുന്ന പ്രൈമറി ഊസൈറ്റ്സിനെയാണ് കാണാൻ പറ്റുന്നത്. അടുത്തത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. സ്പെർമറ്റോജനസിസ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. സ്പെർമറ്റോജനസിസ് പ്യൂബർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റാണ്. ഊജനസിസ് സ്റ്റാർട്ട്സ് ഡ്യൂറിങ് ഫീറ്റൽ ലൈഫ്. ഇതും കറക്റ്റാണ്. ഊജനസിസ് ഫീറ്റൽ ലൈഫിൽ തുടങ്ങുന്നുണ്ട്. 1 primary spermatocyte produce 4 functional sperms. ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് 4 ഫങ്ഷണൽ സ്പേംസ് ഉണ്ടാകുന്നുണ്ട്. കറക്റ്റാണ്. കാരണം ആദ്യം പ്രൈമറി സ്പെർമറ്റോസൈറ്റ് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിനെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇത് അടുത്ത ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് 4 സ്പെർമറ്റിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. 1 primary oocyte produces 4 functional ova. ഒരു പ്രൈമറി oocyte 4 ഫങ്ഷണൽ ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തെറ്റാണ്. ഒരു പ്രൈമറി oocyteൽ നിന്ന് ഒരു ഓവ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ആൻഡ് 3 ആർ കറക്റ്റ്.
അപ്പോൾ ഇത്രയാണ് ഗ്യാമെറ്റോജെനസിസിനെ പറ്റിയിട്ടുള്ളത്. സ്പെർമറ്റോജെനസിസ് ആൻഡ് oogenesis ആണ് ഗ്യാമെറ്റോജെനസിസിൽ വരുന്നത്. അതിൻ്റെ MCQസും ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ മെൻസ്ട്രുവൽ സൈക്കിളിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.